ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് ഒരു കീറാമുട്ടിയാകാൻ പോകുന്നത് ഇനി മന്ത്രിസഭാ രൂപീകരണമാണ്. കാരണം പ്രമുഖരായിട്ടുള്ള എല്ലാവരും ജയിച്ചു കയറിയിരിക്കുന്നു. അത് ലീഗിലായിക്കോട്ടെ കോൺഗ്രസിലായിക്കോട്ടെ എല്ലാവരും ജയിച്ചു കയറിയിരിക്കുന്നു. അപ്പോൾ ഇനി കൃത്യമായിട്ടുള്ള ആ ഒരു മന്ത്രിസഭാ രൂപീകരണം, അതിൻ്റെ ഒരു ഡിവിഷൻ വലിയൊരു കീറാമുട്ടിയാകാനുള്ള ഒരു സാധ്യത നിലവിലില്ലേ? അങ്ങനെ പറയാനൊക്കില്ല. കാരണം ഇത്രയും വലിയൊരു വിജയം കൊടുത്ത ജനത്തെ കുറച്ചുകൂടി ബഹുമാനത്തോടെ അവർ കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, യെസ്. മന്ത്രിമാരാകാനൊക്കെ ആഗ്രഹമുള്ള ഒരു ധാരാളം പേരുണ്ടാവും. പക്ഷെ മന്ത്രി ഇതിലേക്ക് പരിചയ സമ്പന്നതയും പ്രാപ്തിയും അവരുടെ യോഗ്യതകളും മറ്റ് പല പരിഗണനകളും വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള ഇപ്പൊ കെ മുരളീധരനെ പോലെ അതുപോലെ തന്നെ CP ജോണിനെ പോലുള്ളവരൊക്കെ തീർച്ചയായിട്ടും അതുപോലെ മികച്ച വിജയം നേടിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏതായാലും ചിലപ്പോൾ രണ്ടുപേർക്കൊക്കെ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ലീഗ് എന്തായാലും അവർക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടാവും. PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും. കൂടാതെ അതിനകത്ത് ഒരുപക്ഷെ പുതുമുഖങ്ങളായിട്ട് ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. പക്ഷെ തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് ദഹലിയെ മന്ത്രിയാക്കാനൊന്നും സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ, ഇതിലേതെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും വനിതാ പ്രതിനിധിയായിട്ടുണ്ടാകും. പട്ടികജാതി പ്രാതിനിധ്യം ഒരുപക്ഷെ തുളസിക്ക് ഒരു സഹായം അനുഗ്രഹം ആയേക്കാൻ സാധ്യതയുണ്ട്. പട്ടികജാതി പ്രാതിനിധ്യത്തിന്റെ പേരിൽ വണ്ടൂരിൽ നിന്ന് ജയിച്ച AP അനിൽകുമാർ വീട്ടൂരിക്കൽ കൂടെ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വലിയ കിറാമട്ടികളൊന്നും ഇല്ലാതെ ഇത്രയും വലിയൊരു വിജയത്തിന്റെ മുമ്പിൽ വിനയാന്വിതരായി ജനഹിതത്തെ ഉൾക്കൊണ്ട് ജനത്തെ വേദനിപ്പിക്കാത്ത അവരുടെ പ്രതീക്ഷകളെ അവരെ നിരാശപ്പെടുത്താത്ത രീതിയിൽ തമ്മിൽ തല്ലും കുതികാൽ വെട്ടൊന്നും ഇല്ലാതെ എന്താ പറയാ വീഴ്പ്പലക്കലില്ലാതെ വളരെ മാന്യമായി രമ്യമായി ഒരു മന്ത്രിസഭാ രൂപീകരണവും മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന തീരുമാനമൊക്കെ ഉണ്ടാകും എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അല്ലെങ്കിൽ അത് അവരെ സ്വീകരിച്ച അല്ലെങ്കിൽ അവർക്ക് ഇത്രമാത്രം വലിയ വിജയം നൽകിയ ആ കേരളത്തിലെ വോട്ടർമാരോട് കാണിക്കുന്ന ഒരു അനീതിയാകും, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന പോലെ ഒരു നടപടിയാകും എന്ന് വേണം വിചാരിക്കാൻ. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കൃത്യമായിട്ട്